ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉടച്ചൊഴിച്ച മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഉടച്ചൊഴിച്ച മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. നമുക്ക് ഈ കറി ചെയ്തെടുക്കാൻ വേണ്ടി തക്കാളി വേണം. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. ഇതിന് വേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 8 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ചെറിയുള്ളി ആണെങ്കിൽ ഒരു 5 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഇത് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ കറി ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണേ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി നമുക്കിത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ല രീതിക്ക് കുക്കാവണം, അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ തുറന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് ഉടച്ചെടുക്കണം. തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ മുഴുവനായിട്ടും നല്ല രീതിക്ക് തന്നെ ഉടച്ചെടുക്കണേ. ഇവിടെ ഞാൻ ഇതൊക്കെ നല്ല രീതിക്കൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചെടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിക്ക് തിക്കായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാൻ മറക്കരുത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഞാൻ ഇതുപോലെ ഒരു കപ്പിലേക്ക് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ട കപ്പിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്തൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 3 മുട്ട 3 സൈഡിലേക്കായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ ചെയ്തെടുക്കുമ്പോൾ മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മുട്ട ഉടഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയൊക്കെ ഇവിടെ നല്ല രീതിക്ക് തന്നെ കുക്കായിട്ടുണ്ട്. പിന്നെ ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇതൊന്നുകൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ ഇതാ തുറന്നിട്ട് ഞാൻ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഉടച്ചൊഴിച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.